എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ മലേഷ്യയിലെ ഡേ 2 ആണ് ഗൈസ്. അപ്പോൾ ഇന്നലെ നമ്മൾ കുറെ യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ചായിരുന്നു പല സ്ഥലത്തും പോയത്. ഇന്നലെ നമ്മൾ പെട്രോണസ് ടവറിൽ പോയി, KLCC പോയി. ഇന്ന് നമ്മൾ ദി ഇൻഡിപെൻഡൻസ് സ്ക്വയറിലാണ് വന്നിരിക്കുന്നത്, വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഇൻ കുആലലംപൂർ ഇറ്റ്സെൽഫ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഗൈസ്, ഇവിടെ മേളിൽ തന്നെ ഒരു വലിയൊരു മലേഷ്യൻ ഫ്ലാഗ് ഉണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് എല്ലാ ഇൻഡിപെൻഡൻസ് ഡേയുടെ, മലേഷ്യയുടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇവിടെ ഇൻഡിപെൻഡൻസ് പരേഡ് നടക്കും. മാത്രമല്ല, ഇതാണ് ആദ്യമായിട്ട് മലേഷ്യൻ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്ത സ്ഥലമാണ് ഇത്. ഇത് ഭയങ്കര ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെന്റ് ആണ് മലേഷ്യയിലെ. അപ്പൊ ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടും ഉണ്ട്. അപ്പൊ ഇതെല്ലാം ടോട്ടലി ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. എല്ലാം ഞാൻ കാണിച്ചു തരാം. വളരെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അതെ, യെസ് ഗൈസ്. നിങ്ങൾ ഈ കാണുന്ന ഫൗണ്ടൻ ബ്രിട്ടീഷുകാര് 100 വർഷം മുമ്പ് പണിഞ്ഞതാണ്. മീൻസ് ഇറ്റ് വാസ് ബിൽഡ് ഇൻ 1897, വിച്ച് വാസ് ലൈക്ക് a century before. അപ്പോൾ ഗൈസ്, ഇത് പൊളി ഒരു ഇൻഡിപെൻഡൻസ് സ്ക്വയർ പൊളിയാണ് ഗൈസ്. കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഒരു സിറ്റി ടൂറിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. മീൻസ് കുആലലംപൂരിലെ മെനി പ്ലേസസ് നമ്മൾ ഇന്ന് കവർ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് പ്ലേസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു, വിച്ച് വാസ് ദി ഇൻഡിപെൻഡൻസ് സ്ക്വയർ, ആൻഡ് ഇറ്റ് വാസ് ഓസം. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. നമ്മൾ കാറിലാട്ടോ, ടാക്സിയിലാണ് നമ്മൾ സിറ്റി ടൂറിന് പോണത്. അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ഈ ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് ഗൈസ്. അപ്പം നമ്മൾ ബാംഗ്ലൂരിൽ ഒരു ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത് മലേഷ്യൻ ബൊട്ടാനിക്കൽ ഗാർഡനാണ് നമ്മൾ അടുത്ത പോകാൻ പോകുന്നത്. നോക്കാം. അപ്പം അതിൻ്റെ സറൗണ്ടിങ്സ് ആണ് കാണുന്നത്. വെരി ബ്യൂട്ടിഫുൾ ഇത് ബൊട്ടാനിക്കൽ ഗാർഡൻ ഗൈസ്. ഇവിടെ കുറെ റൂൾസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ കാണുന്ന ഒരു മലേഷ്യൻ കല്യാണത്തിന്റെ ഫോട്ടോഷൂട്ട് ആട്ടോ ഗൈസ്. ആക്ച്വലി ഗൈസ് ഒരു ഒന്നൊന്നര സ്ഥലമാണ്. ബ്രൈഡ്സിനൊക്കെ വന്ന് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റുന്ന പറ്റിയ സ്ഥലം ഗൈസ്. ബ്യൂട്ടിഫുൾ പ്ലേസ് സ്പോട്ട് ചെയ്തു. ഓ മൈ ഗോഡ്, നോക്കിയ ഗൈസ് എന്ത് രസമാണെന്ന് നോക്ക്. ആ ഫോട്ടോഷൂട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഈ ഒരു സ്ഥലത്തേക്ക്, ഈ ഒരു ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ്, മലേഷ്യയിലാണ് ലോകത്തെ ഏറ്റവും ലാർജസ്റ്റ് ഗൈസ്. അവിടെ ഉണ്ട് ഗൈസ് ഒരു ഫോട്ടോഷൂട്ട്. ഓക്കെ, അപ്പം ഞാൻ പറയാൻ വന്നതാന്ന് വെച്ചാൽ, മലേഷ്യയിലാണ് ഈ വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് ഫ്ലവർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, വിച്ച് ഇസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ദ ഫ്ലവർ റഫ്ലേഷ്യ. അത് ഓൾസോ ദ മോസ്റ്റ് സ്റ്റിങ്കിയസ്റ്റ് ഫ്ലവർ എന്നും പറയപ്പെടുന്ന ഒരു ഫ്ലവറാണ്. ലോകത്തെ ഏറ്റവും വലിയ ഫ്ലവറാണ് ഗൈസ്, ലാർജസ്റ്റ് ഫ്ലവർ. അപ്പോൾ അതിവിടെ ഉണ്ടാവണം എന്ന് തോന്നുന്നു. ബിക്കോസ് ഭയങ്കര മണമാണ്, ഭയങ്കര സ്റ്റിങ്കിയാണ്. അപ്പോൾ അത് കാരണം ഇവിടെ വയ്ക്കുമെന്ന് പറഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും തപ്പാം, അതിന് വേണ്ടി നോക്കാം. പ്ലേസ് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഇല്ല, ബിക്കോസ് ഭയങ്കര എൻഡേഞ്ചേർഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. അപ്പോൾ അത് സ്റ്റേറ്റ് പാർക്സിനും നാഷണൽ പാർക്സിലൊക്കെയാണ് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊന്നും ഉണ്ടാവില്ല. എനിവേസ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ദെയർ വാസ് നോ റഫ്ലേഷ്യ ഗൈസ്. അപ്പോൾ നമ്മളിനി പുറത്തേക്ക് ഇറങ്ങുകയാണ്, നമ്മുടെ സിറ്റി ടൂർ കണ്ടിന്യൂ ചെയ്യാൻ. ഇപ്പം കറൻ്റ്ലി ഇറ്റ് ഈസ് 1:33. അപ്പോൾ മലേഷ്യയിലെ ദ നാഷണൽ മോണ്യുമെന്റിലാട്ടോ സംഭവം. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ഒരു മോണ്യുമെന്റ് ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ ദി മലേഷ്യൻ സോൾജേഴ്സ്. പക്ഷെ പണ്ടത്തെ ഈ വേൾഡ് വാർ 2 നടന്ന വേൾഡ് വാർ 2 സോൾജേഴ്സ്, മരിച്ച മലേഷ്യൻ സോൾജേഴ്സിനെ കൊമമറേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു മോണ്യുമെന്റ് ആട്ടോ ഗൈസ്. കണ്ടോ, അത് നോക്കി. അത് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് നിങ്ങൾ എല്ലാ പ്രേക്ഷകരും കാത്തിരുന്നൊരു നിമിഷമാണിന്ന്. നമ്മൾ ഫൈനലി ഇത് KL ടവറിലാണ് ഇന്ന് കയറാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കുറെ ഡെസ്റ്റിനേഷൻ പോയല്ലേ, അത് കഴിഞ്ഞിട്ടുള്ള ഡെസ്റ്റിനേഷനാണ് നമ്മുടെ KL ടവർ ഗൈസ്. ഇത് വെറും മിനിയേച്ചറാണ്. ശരിക്കുള്ള KL ടവർ, അത് KL ടവറിന്റെ
താഴെയാണ്, ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇനി മേളിൽ പോകണം, എന്താണ് എലിവേറ്ററിലെ മേളിൽ പോകണം. ഇപ്പോൾ സെക്കൻഡ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് നമ്മൾ എന്താണ് സെവൻത്ത് ടോളസ്റ്റ് മോണുമെന്റ് ഇൻ ദ വേൾഡ് ആണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ യു ഗൈസ്, ഇതൊന്നും അല്ലട്ടോ ക്യൂ, അവിടെ അങ്ങ് അറ്റം വരെ ഉണ്ട് ക്യൂ. അവിടം തൊട്ട് ഇവിടം വരെ നല്ല ലോങ് ക്യൂ ആട്ടോ. നമ്മളെന്തായാലും നിൽക്കണം, നോക്കാം. നമ്മളെന്തായാലും കയറിയിട്ടേ ഉള്ളൂ ഇന്ന്. കയറാനുള്ള സെക്യൂരിറ്റി ചെക്കാണ് നമ്മൾ കയറുന്നു. അവിടെ ഇപ്പോഴും അവിടം വരെ തിരക്കാട്ട ഗൈസ്. നമ്മളിപ്പോ കയറാൻ പോണ ലിഫ്റ്റിലായിരിക്കും നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് കയറാൻ പോകുന്നത്. D02. So first one. I don't know why. I don't know why. I don't know why. I still get surprised when people that I admire die. നമ്മളിപ്പോ അത് എഴുതി കൊടുത്തു. നമ്മളിനി ഇത് ടവർ വാക്കിലേക്കാണ് പോകുന്നത്. എനിക്ക് പേടിയാകുന്നുണ്ട് ഗൈസ്, ബിക്കോസ് നമ്മളെ കൊണ്ട് ഇടിയിപ്പിക്കും ഗൈസ്. ഓ മൈ ഗോഡ്. നമ്മൾ ടവർ വാക്കിന് റെഡിയാണ്. നമ്മുടെ വസ്ത്രം നോക്ക് ഗൈസ്, നമ്മൾ റെഡിയാണ്. സേഫ്റ്റി ആട്ടോ ഗൈസ്, റിസ്കി അല്ലെന്നാ പറയാൻ, നമുക്ക് കണ്ടറിയാം. ബൈ. We can walk freely. It's nothing risky, right? Okay. നമുക്ക് പോവാം. നമ്മുടെ മുകളിൽ എന്തോ ചരട് കിട്ടിയിട്ടുണ്ട്. വ്യൂ നോക്ക് ഗൈസ്, നമുക്ക് പ്ലെയിൻ ഇവിടെ ഉണ്ടോ ഗൈസ്, കാണാത്തതാണ്. നമുക്ക് പോവാം ഗൈസ്. ഇത് പ്രത്യേകിച്ച് അത്രയ്ക്കൊന്നും ഇല്ലട്ടോ ഗൈസ്. പെട്രോണാസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന്. അല്ല, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഗൈസ്? നമ്മളിപ്പോ കുവാലാലംപൂർ ടവറിലാണ്, മീൻസ് നമ്മൾ KL ടവറിലാണ് ഗൈസ്. എന്നാലും ഇതൊരു സത്യം പറഞ്ഞ ഡ്രീം കം ട്രൂ ആണ്. അത് മാത്രമല്ല, ഒരു എക്സ്പീരിയൻസ് ആണ് ഗൈസ്. അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇങ്ങനെ ഇവര് സൗണ്ട് എഫക്ട്സ് ഇടും, നമ്മുടെ ചില്ല് പൊട്ടണ പോലത്തെ സൗണ്ട് എഫക്ട്സ് ഇടും ഗൈസ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടും പേടിക്കരുത് ഗൈസ്. ബിൽഡിംഗ് നോക്കൂ, പൊളി. ഓ മൈ ഗോഡ്. ഇപ്രാവശ്യം ഹാൻഡ് റെയിലൊന്നും ഇല്ല. പക്ഷെ നമ്മൾ എന്ത് കാരണവശാലും വീഴില്ലെന്ന് ഇവര് പറയുന്നേ. പക്ഷെ നോക്കാം. അതെ ഗൈസ്, അപ്പൊ ചേച്ചി പറയുന്നത് വീണാലും നമ്മൾ തൂങ്ങി കിടക്കുള്ളൂ, ചാവില്ലെന്നാ പറയുന്നത്. അപ്പൊ ഗൈസ്, നമ്മുടെ ചേച്ചി പറയുന്ന ധൈര്യത്തിലാണ് നമ്മൾ. തീർന്നു വിട്ട ഗൈസ്, കഴിഞ്ഞു വിട്ട ഗൈസ്. നമ്മൾ KL ടവറിന്റെ ഒരു ഫുൾ സർക്കിൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ സംഭവം. ഇത് അത്രയ്ക്കൊന്നും ഇല്ല പേടിക്കാനായിട്ട് ഗൈസ്. സിമ്പിൾ. താങ്ക് യു. നമ്മൾ പറയുന്ന പോലത്തെ പേടി പിടിക്കുന്നൊന്നുമില്ല നമുക്ക്. മൈ ഗോഡ് ഗൈസ്, നമ്മൾ KL ടവറിന്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. വ്യൂ, ഓ മൈ ഗോഡ്, ഒരു രക്ഷയില്ല. ഞാൻ കാണിച്ച I stepped outside so that I could get high out in the smoking section. I'm not to blame at the end of the day. God knows I'm not perfect. She used to say that it's time that I change, but is it really worth it? I don't know why. I don't know why. ഗൈസ്, അടുത്ത് നമ്മൾ വന്നിട്ടുള്ളത് താൻ ഹുയി ടെമ്പിൾ എന്ന് പറഞ്ഞ ടെമ്പിളിലാട്ടോ. ഇത് ആക്ച്വലി ഒരു ബുദ്ധിസ്റ്റ്, ഒരു ചൈനീസ് ടെമ്പിൾ ആണ്. ആക്ച്വലി ഇവരുടെ ചൈനീസ് ന്യൂ ഇയർ വരാൻ പോവാണ്. അപ്പോൾ അതിൻ്റെതായ ഡെക്കറേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. സോ ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ ടെമ്പിൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു നല്ലൊരു എൻട്രൻസും അങ്ങനെ ഭയങ്കര നല്ലൊരു ആർക്കിടെക്ചറായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. I stepped
protection. I'm not to blame at the end. ഗൈസ് ഉള്ളില് അമ്പലമാണ്. അപ്പം അതേ നമ്മൾ ചെരുപ്പ് ഊരണം. ചെരുപ്പ് ഊരി നമ്മൾ നേരെ ഒരു ബുദ്ധയുടെ ഒരു പ്രതിമയിലേക്കാണ് പോകുന്നത്. ബുദ്ധയുടെ ഒരു പ്രതിമ കാണാൻ സാധിക്കും. ദൈവം Now woe is me, I'm beginning to see things from a new perspective. My friends are here, now I'm starting to fear that maybe I'm not protected. I used to be like the ones here with me, but now my eyes are open. I've given up, but now I don't give a fuck. Now that അടുത്തതായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് സെൻട്രൽ മാർക്കറ്റിലാട്ടോ. ദിസ് ഈസ് ആക്ച്വലി വെരി ഫേമസ് ഫോർ ഇറ്റ്സ് സൊവിനിയേഴ്സ്. സോ മലേഷ്യൻ സൊവിനിയേഴ്സിന് വേണ്ടി ഭയങ്കര ഫേമസ് ആണ് ഈ ഒരു മാർക്കറ്റ്. ഇത് ആക്ച്വലി ഒരു വീതിയാണ്, ഒരു സ്മോൾ സ്ട്രീറ്റാണ്. രണ്ട് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് മാർക്കറ്റ്സും സൊവിനിയർ കടകളും കാണാൻ സാധിക്കും. ഗായ്സ് ഇവിടെ എന്താന്ന് നോക്കൂ. ഇത് എന്താന്ന് വിചാരിക്കും, ഇത് ബാംബുവിൽ നമ്മുടെ പുട്ടുണ്ടാക്കുകയാണ്, കാണാൻ സാധിക്കും. പുട്ടിന് എന്തൊക്കെ വ്യത്യസ്ത സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്, പൊളിയാണ് ഗൈസ്. പിന്നെ അതേ ഇവിടെ പച്ചക്കറി കടകൾ, സൊവിനിയർ കടകൾ, ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ലൈവ്ലി സ്ട്രീറ്റ്, ചുറ്റും ആൾക്കാരും, നല്ലൊരു എന്താ പറയുക, നല്ലൊരു എനർജറ്റിക് എൻതൂസിയാസം തന്നെ ഒരു സ്ട്രീറ്റാണ് ഗൈസ്. സെൻട്രൽ മാർക്കറ്റാണ് ഗൈസ്. സിൻസ് 1888 തൊട്ടുണ്ടാക്കിയ മാർക്കാണ് ഗൈസ്. ഇവിടെ മൊത്തം കടകളാണ് കേട്ടോ. കഴിക്കുന്ന കടകളുണ്ട്, ഐ മീൻ ഫുഡ് മാർക്കറ്റ്സ് ഉണ്ട്, സൊവിനിയർ കടകളുണ്ട്. ഓ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇവിടെ മൊത്തം സൊവിനിയേഴ്സ് ആട്ടോ. നോക്കി I admire die. Now woe is me, I'm beginning to see things from a new perspective. അപ്പോൾ കൂട്ടുകാരെ ഒരു രാത്രിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഒരു മലേഷ്യൻ നൈറ്റ് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ബേസിക്കലി ഇതൊരു ഫുഡ് സ്ട്രീറ്റ് ആണ്. മലേഷ്യൻ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് ഗൈസ്. നമുക്കിനി മലേഷ്യ ഫുഡ് ട്രൈ ചെയ്യാം. അടുത്തതായിട്ട് നമ്മളൊരു ചൈനീസ് ഡിഷാണ് ട്രൈ ചെയ്യാൻ പോണേ. ഫസ്റ്റ് ടൈം ഗൈസ് ഇവിടെ വന്നിട്ട് ഒന്നും കഴിച്ചില്ല, എല്ലാം മലയാള ഫുഡായിരുന്നു, പക്ഷേ കേരള ഫുഡ്. അപ്പോൾ ചേച്ചി കഴിക്കാണ് ഗൈസ്. എന്നെ വിളിക്കണേ ടാക്കോയോക്കി എന്ന് പറയുന്ന സംഭവമാണ് ഗൈസ്. ഇത് ഫില്ലിംഗ് ഉള്ളൊരു ഉണ്ടയാണ്. ചേച്ചി ആരെങ്കിലും ഒന്ന് കഴിക്കും ഗൈസ്. ചേച്ചി കഴിച്ചു, എങ്ങനെയുണ്ട്? നല്ലാണോ? നല്ലാണോ? നമ്മൾ അടുത്തൊരു മലേഷ്യ ഫുഡ് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇതെന്താണിത്? ചിക്കൻ സ്റ്റീക്ക്. അപ്പൊ ഗൈസ് നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യം തന്നെ സോറി ഗൈസ്, ചേച്ചി ഒരു ഫോട്ടോ എടുക്കണം. ചേച്ചി ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അയച്ചു തരാം. ചേച്ചി നോക്കാം. ചെറിയ മധുരമുണ്ട്. എന്റെ അമ്മ അങ്ങോട്ട് നോക്കിയാൽ സ്ട്രീറ്റ് കണ്ടോ?